ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയതിന് CPM സംരക്ഷിച്ച പത്മകുമാർ ഇന്ന് ആ CPM-ന് തന്നെ തലവേദനയാകുന്ന ഒരു അവസ്ഥയാണ്. അതായത് MV ഗോവിന്ദന് വരെ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വന്നു. MV ഗോവിന്ദന് തള്ളിപ്പറയേണ്ടി വരിക എന്ന് മാത്രമല്ല, ഇപ്പോൾ പത്മകുമാർ ഒരു ആത്മകഥ എഴുതാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതായത് എന്തിനാണ് CPM പത്മകുമാറെ സംരക്ഷിച്ചത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലം തൊട്ട് നമ്മൾ കാണുന്നതാണ് ഇതിനകത്ത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതും വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതും. പക്ഷെ ഇവരെ ഒന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു കേസിട്ട് വളരെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു കേസാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടൊരു കേസാണ്. ഭക്തജനങ്ങളെല്ലാം ഇരമ്പി വരുമെന്ന് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും CPM ഇവരെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം കിടക്കുന്നത്. അതായത് പത്മകുമാറും പാർട്ടിയുമായിട്ട് എന്തെല്ലാമോ രഹസ്യധാരണകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതായത് പാർട്ടി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതായിരുന്നു അവരുടെ റിവ്യൂ മീറ്റിംഗിൽ പത്മകുമാറിനെയും വാസുവിനെയും തള്ളിപ്പറയാത്തതും പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തതും പാർട്ടിക്ക് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയേ കഴിയൂ. എന്നാൽ മാത്രമേ എന്താണെങ്കിലും തെറ്റ് തിരുത്തുക എന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്ത് വിമർശനം വേണമെങ്കിലും പറഞ്ഞോളൂ, പാർട്ടി തിരുത്തി മുന്നേറി വരുമെന്നാണ് പറഞ്ഞത്. തിരുത്തലിന്റെ ഭാഗമായിട്ടാണ് പത്മകുമാറിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാൻ ശ്രമിക്കുന്നതും. ഇത്രയും കാലം പാർട്ടി സംരക്ഷിക്കായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര കാലമായി? ആ കാലഘട്ടം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ വിഷയങ്ങളെല്ലാം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോൽവിയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് CPM സംരക്ഷിച്ചു പോകുന്ന ഒരാൾ, അയാൾ CPM-നെതിരെ ഒരു വാക്കുന്നയിക്കുമ്പോൾ അത് വലിയ വിവാദമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ടായിരുന്നു എന്നതാണ്. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ശബരിമല സ്ത്രീ പ്രവേശനം, അത് ആരുടെ അജണ്ടയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിലൊരു ഉന്നതൻ, ആ ഉന്നതൻ ഇതിൻ്റെ എല്ലാ കടിഞ്ഞാൺ അയാളുടെ കയ്യിലായിരുന്നു എന്നാണ് പത്മകുമാർ വെളിപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ആ ഉന്നതൻ ആരാണ് എന്നൊരു ചോദ്യം സാധാരണപ്പെട്ട ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു ആത്മകഥ എഴുതാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങളാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് ചിലപ്പോൾ നാളെ അവർ മാറ്റി പറയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആത്മകഥ എന്ന് പറയുമ്പോൾ പലരുടെയും ആത്മകഥ നമ്മൾ കണ്ടതാണ്. EP ജയരാജന്റെ ആത്മകഥ എഴുതാൻ പോയപ്പോൾ ഉണ്ടായ വിവാദങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്മകുമാർ ആത്മകഥ എഴുതുകയാണെങ്കിൽ അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപാദിച്ചു പോയേ മതിയാവൂ. അതേപോലെ തന്നെ യുവതീ പ്രവേശനം സംസാരിച്ചു പോയേ മതിയാവൂ. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിലാണ്, യുവതീ പ്രവേശനത്തിൻ്റെ പിന്നിലാണ് ശബരിമലയിൽ നിന്നും സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ യുവതികളെ മറയാക്കി സ്വർണം കക്കാനൊരു സാഹചര്യം നോക്കി നടക്കുകയായിരുന്നു എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. വളരെ കാലം ഗൂഢാലോചന നടത്തി എങ്ങനെ നമ്മൾക്കിത് കൊണ്ടുപോകാമെന്നുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ ഉണ്ടാക്കി പാർട്ടിക്കിത്ര, ഇവർക്കിത്ര, അങ്ങനെ ഓരോ ആളുകൾക്കും വീതം വെപ്പും കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ സ്കിറ്റുണ്ടാക്കി യുവതികളെ പ്രവേശിക്കുന്നു. യുവതികളുടെ പ്രവേശനത്തിൻ്റെ മറവിൽ വലിയൊരു സെക്യൂരിറ്റി കവചം തീർത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ചെയ്ത ഒരു മോഷണമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഇതിനെല്ലാം പരിഹാരമായിട്ട് പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കി. അതിലും വലിയ വിമർശനം ഉണ്ടായിരുന്നു റിവ്യൂ മീറ്റിംഗിൽ. ആഗോള അയ്യപ്പ സംഗമം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്താൻ പാടില്ലായിരുന്നു. അത് സർക്കാരിൻ്റെ പേരിലുള്ള ഒരു കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെ ഒരു നയമല്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേര് അത് മോശമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമാണല്ലോ ഇതെല്ലാം വെളിയിലേക്ക് വരുന്നത്. പിണറായി വിജയൻ അവിടെ വരുന്നു. അവിടെയും ഏറ്റവും വലിയ വിഷയം ഉണ്ടായിരുന്നത് വെള്ളാപ്പള്ളിയായിരുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്, ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ് നമ്മുടെ സഖാവ് പിണറായി വിജയൻ. അപ്പോൾ എല്ലാവരും സഖാവിനെ ശബരിമല അയ്യപ്പനെ വിശ്വസിച്ചാൽ എന്നുള്ള രീതിയിലൊക്കെ വന്നതാണ്. സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ ഒരു ഗാംഭീര്യവും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും വെച്ചിട്ട് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല അദ്ദേഹം ഒരു വിശ്വാസിയാണ്. പക്ഷെ അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ
വിശ്വാസം ഉണ്ടാകാം. അതുകൊണ്ടാണ് മക്കൾ ഗുരുവായൂരിൽ നിന്നും വരുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാകുന്നതും ഇതേപോലെ ഒരു പാർട്ടി പരിപാടിക്ക് പോകുമ്പോൾ കുടുംബ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ കുടുംബത്തിന് ദൈവവിശ്വാസമാകുന്നതിൽ തെറ്റില്ല. കാരണം ഇടതുപക്ഷം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചാണല്ലോ. ഇപ്പം ആഗോളതലത്തിലുള്ള കമ്മ്യൂണിസം അല്ലല്ലോ കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഈ പി ജയരാജൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോഴും ഉണ്ടായിരുന്നു ഇതേ സമാനമായിട്ടുള്ള ഒരു വിവാദം. ഇതിന്റെ എല്ലാം പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം വിമർശിച്ചിരുന്ന ആളുകളാണ്. ഇതെല്ലാം തച്ചൊടച്ച് പൂട്ടിച്ച് പോകണം, പള്ളിക്കൂടമായിരം എന്നുള്ള പാട്ടൊക്കെ എഴുതി വന്ന ആളുകളാണ്. ഇപ്പോ ഇവര് പള്ളി കമ്മിറ്റികളിലും അമ്പല കമ്മിറ്റികളിലും സജീവമാണ്. ഈ സംഘടന ഇതിനകത്തല്ല തിരികെ കയറ്റാനുള്ള ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അമ്പല കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിൽ CPM-ന്റെ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ള വലിയ ചർച്ചാ വിഷയമുണ്ട്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മിക്കവാറും പള്ളികളിൽ 1-2 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടാകും, അല്ലെങ്കിൽ ആ കമ്മിറ്റികളിൽ. അതേപോലെ തന്നെ അമ്പല കമ്മിറ്റികളിലും കൃത്യമായിട്ട് CPM കൈയടക്കി വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിസ്തീയ ദേവാലയങ്ങളിലെ കമ്മിറ്റികളിൽ CPM-ന്റെ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ദേവാലയങ്ങളെ ഉപയോഗിക്കുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമാണല്ലോ. അപ്പോൾ ആളുകൾ കൂടുന്ന ഇടമാണ്, വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ആ വിശ്വാസത്തിന്റെ കേന്ദ്രം ഒരു പാർട്ടി പ്രതിനിധി നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ബാങ്കിലേക്കും അത് ചലനം ഉണ്ടാക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഇത്തരത്തിൽ പാർട്ടി കമ്മിറ്റിയിലേക്കും അമ്പല കമ്മിറ്റിയിലേക്കും CPM-ന്റെ പ്രതിനിധികളെ തള്ളിക്കയറ്റി വിടുന്നത്. ഇപ്പോ പത്മകുമാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നാളെ ചേരുന്ന നിർണായക യോഗത്തിൽ, പത്തനംതിട്ടയിലെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ ഒരു നടപടി എടുത്ത അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന പത്മകുമാർ വിളിച്ചു പറയുന്ന കാര്യം കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ CPM-ന് എന്തായിരിക്കും CPM-ന്റെ ആ ഒരു പ്രതിരോധം? CPM-ന്റെ പ്രതിരോധം എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇതെല്ലാം സെറ്റിൽമെന്റ് ആയി കാണും. ഇപ്പോൾ അവസാന നിമിഷം വന്നിട്ട്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരെ എന്തിനാണ് പത്മകുമാറിനെ സംരക്ഷിച്ചത്? പത്മകുമാറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം LDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ തങ്ങളെ സംരക്ഷിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. വലിയൊരു തോൽവിയാണ് CPM ഉണ്ടായത്. സ്വാഭാവികമായിട്ടും CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എത്രയോ ഗുണ്ടകളെ വളർത്തിയൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇന്നും പല ഗുണ്ടകളും ആ പാർട്ടിയുടെ പേരിൽ അഴിഞ്ഞാടി നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ പാർട്ടിക്ക് മേളിൽ ഇവരെല്ലാം വളർന്നു കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ വെട്ടിക്കളയും, അല്ലെങ്കിൽ ഇട്ടുകൊടുക്കും. ഇപ്പോൾ പത്മകുമാറിന് സംഭവിക്കാൻ പോകുന്നത് പത്മകുമാറിനെ ഇട്ടുകൊടുക്കും പാർട്ടി ഇനി സംരക്ഷിക്കത്തില്ല. എല്ലാ കുറ്റവും പത്മകുമാറിന്റെ തലയിലേക്ക് ചുമത്തിക്കൊണ്ട് പാർട്ടി, ഞങ്ങൾ ഇതിൽ നിന്നും കൈയൊഴിയുന്നു, ഞങ്ങൾ പരിശുദ്ധരാണ്, ഈ കയ്യിൽ ഒരു കളങ്കമില്ലാത്ത കൈകളാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിയമസഭയിൽ 2 കൈകളും ഉയർത്തി കാണിക്കും. മുൻ മുഖ്യമന്ത്രിയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്, മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ടതില്ല എന്നുള്ളൊരു മാസ് കമന്റ്. അപ്പോൾ അത് ഉയർത്തിയായിരിക്കും CPM-ന്റെ ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കാൻ പോകും. അത് തീർച്ചയായിട്ടും. അതിനകത്ത് മറ്റൊരു കാര്യം, മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് പനി വരുന്നത് എന്നുള്ള ചോദ്യവുമുണ്ട്. എന്താണെങ്കിലും വിമർശനങ്ങൾ CPM-നെ തേടി വരാനുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. CPM എങ്ങനെയാണ് ഇതിനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരുന്നത് എന്ന് കാണാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്.